ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഗുഡ് ടു സീ യു. ഇതിപ്പം നിഫ്റ്റി ഞാൻ കാണുന്ന ലെവല്, ദാറ്റ് മീൻസ് ടുഡേ ഇസ് 25th Feb. സോ 25,700 ഞാനൊരു റെസിസ്റ്റൻസ് കാണുന്നത്. മേ ബി 25,750 വരെ പോകാൻ പറ്റും. സോ ഇഫ് 25,700 ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അതുപോലെ ബാരിഷ് സെൻറ്റിമെൻറ്റ് 25,300 ആണ്. സോ ഇന്നലെ നിഫ്റ്റി ഏകദേശം നല്ലൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നിരുന്നു. കാരണം ഇറ്റ് വാസ് ട്രേഡിംഗ് സംവെയർ നിയർ 25,300 സംതിങ് സോ ദാറ്റ് വാസ് എ ടൈം ടു ബൈ. സോ ഇന്ന് 25,700 എത്തിക്കഴിഞ്ഞു. മാർക്കറ്റിൽ ഇന്നലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നിരുന്നു. അതുപോലെ ഇൻഫി എൻ്റെ ടാർഗറ്റ് ഇന്നലെ ഞാൻ പറഞ്ഞ ടാർഗറ്റ് ഇന്ന് ക്രോസ് ചെയ്തു. ഞാൻ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത് 1,300 ആയിരുന്നു. ഇന്നലെ തന്നെ അത് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്ന് ഏകദേശം 1,325 ടച്ച് ചെയ്തു. അവിടെ ഒരു സെല്ല് വന്നിരുന്നു. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു എക്സിറ്റ് അറ്റ് ദാറ്റ് ലെവൽ. ഇൻഫിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം മാർക്കറ്റിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇന്നിപ്പം ഈ സോളാർ പാനൽസിൽ ഉള്ള കമ്പനികൾ ലൈക്ക് ഇന്ത്യയിലെ കുറച്ച് സോളാർ പാനൽസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടല്ലോ. ഈ കമ്പനികൾക്കൊക്കെ ഇന്ന് US 126% ടാരിഫാണ് കൊടുത്തിട്ടുള്ളത്. അത് 126% ടാരിഫ് എന്ന് വെച്ചാൽ അത് വലിയൊരു ടാരിഫാണ്. സോ അത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്ന വാറി എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് ഇന്ത്യയിലെ സോളാർ. അവരെ ഓൾമോസ്റ്റ് 75% എക്സ്പോർട്ട് US ചെയ്യുന്നൊരു കമ്പനി. സോ അവരെ സ്റ്റോക്ക് ഇന്ന് വാച്ച് ചെയ്യുക. പിന്നെ വേറെ ന്യൂസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ടെക് സ്റ്റോക്സ് ഒക്കെ കുറച്ച് റിബൗണ്ട്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെറ്റ AMD ആയിട്ടൊരു മെഗാ ഡീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ ഈ മെറ്റ മീൻസ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം, അത് മോസ്റ്റ് ഓഫ് ദി ചിപ്സ് ദി ആർ ഗോയിങ് ടു ബൈ ഫ്രം AMDൻ്റെ സ്റ്റോക്സ് നല്ല പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ NVIDIA റിസൾട്ട് ഇന്നാണ് വരുന്നത്. സോ ഇതൊക്കെ മാർക്കറ്റിലുള്ള വലിയൊരു ന്യൂസായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഐ സോ ദ മൂവി ദുരന്തർ, ഒരു ആദിത്യ ധർ എന്ന് പറഞ്ഞ ഒരാൾ ഡയറക്ടറാണ് ചെയ്തത്. അയാളൊരു വലിയ നല്ലൊരു ഡയറക്ടറാണ്. അയാളാണ് യൂറി എന്ന് പറഞ്ഞ ഇത് സർജിക്കൽ സ്ട്രൈക്ക് ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. ജിയോ സ്റ്റുഡിയോ റിലീസ് ചെയ്ത മൂവിയാണ് ദുരന്തർ എന്ന് പറഞ്ഞത്. സോ ഈ ദുരന്തർ ഫിലിമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കണ്ടെടുത്തോളം എനിക്ക് ആ ഫിലിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇസ് ഇറ്റ് എ ഫിക്ഷൻ ഓർ എ ഫാൻറ്റസി എന്നുള്ള കാര്യം എല്ലാം റിയലായിട്ടാണ് പറയുന്നത് ആ സിനിമയിൽ. പിന്നെ ഫിലിം ഏകദേശം 1,350 കോടി ക്രോസ് ചെയ്യുന്ന പറയുന്നത് അതിൻ്റെ കളക്ഷൻ. ഇന്ത്യൻ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഡങ്കൽ എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞാൽ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം ഇതാണെന്ന് പറയുന്നത്. സോ ഇയാൾ ഇതിൻ്റെ രണ്ടാമത്തെ സീക്വൽ വരുന്നുണ്ട്, ദുരന്തർ 2 വരുന്നുണ്ട്. അതുപോലെ ഈ സിനിമേൻ്റെ തന്നെ ഹിന്ദി, തെലുഗു, മലയാളം വേർഷനൊക്കെ വരുന്നുണ്ട്. സോ ഐ ലൈക്ക് ദിസ് മൂവി. സോ ബെറ്റർ യു വാച്ച്. ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സിലുണ്ട് ആ മൂവി. സോ ഇറ്റ്സ് എ ഗുഡ് മൂവി ഐ തിങ്ക് സോ. താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.